So I think in this election, there are two main issues on which you need to think very deeply before you cast your vote. എനിക്ക് പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് മുമ്പ് ആഴത്തിൽ ചിന്തിക്കേണ്ടത് ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ചാണ്. Is that we are now in a fight to protect the democracy of our country. ആദ്യത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞത് ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞതാണ്. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള ഒരു പോരാട്ടത്തിലാണ് നമ്മൾ എന്നിപ്പോൾ. നിങ്ങൾ ആദ്യം ഓർക്കേണ്ടത് അതാണ്. Today you are not only voting for Sri Anto Antony. You are not only voting for the Congress party. Today when you cast your vote, you are voting for the democracy of this country, to save it. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രീ ആന്റോ ആന്റണിക്ക് മാത്രമല്ല വോട്ട് ചെയ്യുന്നത്, നിങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമല്ല വോട്ട് ചെയ്യുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോൾ ഈ രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നത്. You are voting to protect that constitution which has given you the right to vote. നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ അവകാശം നൽകിയ ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരിക്കണം നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത്. You are voting to protect the harmony with which you are living and you can progress. നമ്മൾ എല്ലാവരും ഒരുമിച്ച് പരസ്പരം ജീവിക്കുന്ന സാഹോദര്യത്തെ, പൊരുത്തത്തെ, ഐക്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടും ഒരുമിച്ച് പുരോഗതിയിലേക്ക് മുൻപോട്ട് പോകുന്നതിന് കാരണമായ ഹാർമണിയെ, പൊരുത്തത്തെ സംരക്ഷിക്കാനായിരിക്കണം നിങ്ങൾ വോട്ട് ചെയ്യുന്നത്. You are voting to protect the institutions that give you justice when you are in pain. നിങ്ങൾ ബുദ്ധിമുട്ടിലാകുമ്പോൾ, വേദനയിലാകുമ്പോൾ നിങ്ങൾക്ക് നീതി ലഭ്യമാക്കുന്ന സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് ചെയ്യുന്നത്. You are voting to uphold everything that our forefathers fought for. Our freedom movement fought for. Mahatma Gandhi fought for. നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭകാലത്ത് നമ്മുടെ പൂർവികർ, നമ്മുടെ മഹാത്മജി, അവരൊക്കെ എന്തൊക്കെ മൂല്യങ്ങൾക്ക് വേണ്ടിയാണോ പോരാടിയത്, ആ മൂല്യങ്ങളെ എല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരിക്കണം ഈ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത്. So the first and most important issue is that you are not voting only for yourself, only for your constituency, only for your state. You are actually going to cast this vote in the name of everything that India has stood for until today. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ വോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ മണ്ഡലത്തിന് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ സംസ്ഥാനത്തിന് വേണ്ടി മാത്രമല്ല, പക്ഷേ ഈ രാജ്യം പ്രധാനമായി മഹത്തരമായി കാണുന്ന എല്ലാ മൂല്യങ്ങൾക്കും വേണ്ടിയാണ്, ഈ രാജ്യത്തിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. Now the second thing that is the most important is that you need to redirect the focus of Indian politics towards issues that matter to you. അത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിലെ രണ്ടാമത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധ ഈ രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് തിരിച്ചുവിടാനുള്ള ഉത്തരവാദിത്തം ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കുണ്ട്. You need to force every politician, whichever party he or she belongs to come here on this stage and tell you what are they going to do for you. നിങ്ങൾ എല്ലാ പാർട്ടിയിലെയും, ഏത് പാർട്ടിയിലെയും രാഷ്ട്രീയ പ്രവർത്തകരാവട്ടെ, അവർ ഈ സ്റ്റേജിൽ വന്ന് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ അവരെ നിർബന്ധിക്കണം, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞങ്ങളോട് പറയണം എന്ന് നിങ്ങൾ അവരെ നിർബന്ധിക്കണം. How are they going to help you face rising prices? How are they going to help you get employment? How are they going to help the women of India to stand up on their own feet? You need to ask hard questions and you need to compel them to give you answers. നിങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാരോട് ചോദിക്കണം. ഈ രാജ്യത്തെ വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റം തടയാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഈ രാജ്യത്തെ തൊഴിലില്ലായ്മയെ നേരിടാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഈ രാജ്യത്തെ സ്ത്രീകളെ സ്വന്തം കാലിൽ നിൽക്കാൻ പര്യാപ്തമാകാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് അവരോട് ചോദിച്ച് അവരിൽ നിന്ന് ഉത്തരങ്ങൾ നിങ്ങളെ നൽകാൻ അവർ